ഏത് പ്രായക്കാരെയും ബാധിക്കുന്ന ഒരു വാതരോഗമാണ് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. കണ്ണിനെ ബാധിക്കുമ്പോൾ കണ്ണിലെ ഡ്രൈനസ് ഉണ്ടാവുന്നു. ലങ്സ് ബാധിക്കുന്നതിന് ഫലമായിട്ട് ഭയങ്കരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഹാർട്ടിനെ ബാധിക്കുന്നതുകൊണ്ട് കിതപ്പുണ്ടാവുന്നു. ശരീരത്തിൽ പൊതുവെ രക്തക്കുറവ്, ക്ഷീണം, തളർച്ചയൊക്കെ അനുഭവപ്പെടാം. ഇത് ഞരമ്പുകളെയും ബാധിക്കുന്നുണ്ട്. സ്കിന്നിൽ ബാധിക്കുമ്പോൾ കൂടുതലും റാഷ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായ ഒരു ഡയറ്റ് ചാർട്ട് പ്ലാൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ എക്സസൈസും പറഞ്ഞു കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് നൽകുന്നത് വഴി റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകാതെ കൺട്രോൾ ചെയ്തിരിക്കാൻ സഹായിക്കും. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ. ഏത് പ്രായക്കാരെയും ബാധിക്കുന്ന ഒരു വാതരോഗമാണ് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇന്ന് നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് സംസാരിക്കാം. തുടക്കത്തിൽ ചെറിയ സന്ധികളെ ബാധിക്കുകയും പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ശരീരത്തിലെ ഏത് സന്ധികളെയും ബാധിക്കാൻ ഇതിന് കഴിവുണ്ട്. അതുപോലെ ഇത് കോമൺ ആയിട്ട് സ്ത്രീകളിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ആമവാദം ഉണ്ടാകുന്നത് നോക്കാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ. എന്തൊക്കെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ജോയിന്റ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിയെയാണ് ബാധിക്കുന്നത്. ഇത് കാർട്ടിലേജിനെ കാർന്ന് തിന്ന് നമ്മുടെ ജോയിന്റ്സ് തന്നെ ഡിഫോംഡ് ആക്കുന്നു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജോയിൻറ്റ്സ് ഒക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കും, ഫ്ലെക്സിബിളേ ആയിരിക്കില്ല. ഒരു അരമുക്കാൽ മണിക്കൂർ ശേഷം ജോയിൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഈസിയായി കാണാം. ഇത് ജോയിൻറ്റ്സിൽ നീർക്കെട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ വേദന രോഗികൾക്ക് അനുഭവപ്പെടാം. കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ജോയിൻറ്റ്സിൽ ചെറിയ നൊഡ്യൂൾസ് പോലെ കാണാം. ഇതിനെ നമ്മൾ റുമറ്റോയിഡ് നൊഡ്യൂൾസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ കണ്ടീഷൻ വീണ്ടും പ്രോഗ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ ജോയിൻസിൻ്റെ ഒക്കെ ഘടന തന്നെ നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ കൈവിരലിലെ ഘടന നഷ്ടപ്പെട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് നമ്മുടെ സന്ധികളെ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നു. കണ്ണിനെ ബാധിക്കുമ്പോൾ കണ്ണിലെ ഡ്രൈനസ് ഉണ്ടാവുന്നു. ലങ്സ് ബാധിക്കുന്നതിന് ഫലമായിട്ട് ഭയങ്കരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഹാർട്ടിനെ ബാധിക്കുന്നതുകൊണ്ട് കിതപ്പുണ്ടാവുന്നു. ശരീരത്തിൽ പൊതുവെ രക്തക്കുറവ്, ക്ഷീണം, തളർച്ചയൊക്കെ അനുഭവപ്പെടാം. ഇത് ഞരമ്പുകളെയും ബാധിക്കുന്നുണ്ട്. സ്കിന്നിൽ ബാധിക്കുമ്പോൾ കൂടുതലും റാഷ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. രോഗലക്ഷണങ്ങളിൽ തന്നെ നമുക്കിത് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ ബ്ലഡ് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. ഫസ്റ്റ് നമ്മൾ ESR നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് കാണും. രണ്ടാമത് ചെയ്യുന്നത് RA ഫാക്ടറാണ്. RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. മൂന്നാമതായി anti-CCP ചെയ്യും, അതും പോസിറ്റീവായി കാണും. പക്ഷേ ഈ RA ഫാക്ടറും anti-CCPയും എല്ലാവരിലും പോസിറ്റീവ് ആവണമെന്നില്ല. ചിലർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ കൂടി RA ഫാക്ടറും anti-CCPയും നെഗറ്റീവായും കാണുന്നുണ്ട്. ഇനി റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. പകരം നമുക്കിത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും പോകാതെ പ്രോഗ്രസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കാം. അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നോക്കാം. എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം? പാൽ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. റെഡ് മീറ്റ് ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി അമിതവണ്ണം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സും പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, അതുപോലെ ഗ്രിൽഡ് ഫുഡ്, പിന്നെ ടിൻഡ് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സും ഒഴിവാക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പുകവലി, മദ്യപാനം ഉള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായും നിർത്തണം. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്ന് നോക്കാം. ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് നട്ട്സിലാണെങ്കിൽ ആൽമണ്ടിലുണ്ട്, പിന്നെ ചെറിയ മീനുകൾ, അതുപോലെ തന്നെ മത്തി, ചൂര, അയല തുടങ്ങിയ മീനുകളിലും omega-3 ഫാറ്റി ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ട്. അത് കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികളിൽ ബ്രക്കോളി, ക്യാബേജ് കഴിക്കുന്നത് വഴി നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന മുരിങ്ങയില, അത് വൈറ്റമിൻ C എൻറിച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജൻ ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ മസിൽസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതിന് പുറമെ നമ്മൾ ഗ്രീൻ ടീ കഴിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ 2 മുതൽ 3 ലിറ്റർ വെള്ളം സ്ഥിരമായി കുടിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനെല്ലാം പുറമെ കൃത്യമായ ഉറക്കം വേണം. നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാൻ ഉറക്കം നല്ലതാണ്. ഇനി നമ്മൾ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം എന്ന് നോക്കാം. ചെറിയ രീതിയിലുള്ള വ്യായാമം, അതുപോലെ ചെറിയ രീതിയിലുള്ള ജോയിന്റ് മൂവ്മെന്റ്സ് വഴി നമ്മുടെ മസിൽസ് കുറച്ച് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം. ചെറിയ രീതിയിൽ നിരപ്പായ സ്ഥലത്ത് നടത്തം, അതുപോലെ പറ്റുന്ന രീതിയിലുള്ള സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ രാവിലത്തെ ഇളം വെയിൽ ദിവസം ഒരു 20 മിനിറ്റെങ്കിലും കൊള്ളുക. അതുവഴി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂട്ടും. വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുന്നത് വഴി കാൽസ്യം
നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബോണിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഒക്കെ അനാലിസിസ് ചെയ്ത് നമ്മൾ കൃത്യമായ ഒരു ഡയറ്റ് ചാർട്ട് പ്ലാൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ എക്സസൈസും പറഞ്ഞു കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് നൽകുന്നത് വഴി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകാതെ കൺട്രോൾ ചെയ്തിരിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.